അയോധ്യ വിഷയത്തിലെ അഭിപ്രായ ഭിന്നതകൾക്കിടെ ചേർന്ന KPCC എക്സിക്യൂട്ടീവ് യോഗം പൂർത്തിയായി. എന്നാൽ അയോധ്യ വിഷയം എക്സിക്യൂട്ടീവ് യോഗത്തിൽ ചർച്ചയായില്ലെന്ന് കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള ദീപദാസ് മുൻഷി പറഞ്ഞു. അയോധ്യ ക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിലെ ക്ഷണത്തിൽ പാർട്ടി തന്നെ തീരുമാനമെടുക്കുമെന്നും ദീപദാസ് മുൻഷി. നിർഭൻ ചക്രവർത്തി ചേരുന്നു വിശദാംശങ്ങളുമായി. നിർഭൻ, ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇന്നത്തെ KPCC എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷമാണ് സംഘടനാ ചുമതലയുള്ള കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ദീപദാസ് മുൻഷി മാധ്യമങ്ങളെ കണ്ടത്. അതിനുശേഷം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കാണ് അയോധ്യ വിഷയം ഇന്നത്തെ KPCC എക്സിക്യൂട്ടീവ് യോഗത്തിൽ ചർച്ച ചെയ്തില്ല എന്നവർ പറഞ്ഞത്. ആരും എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഈ വിഷയം ഉയർത്തിയിട്ടില്ല. ഒരു ക്ഷേത്രത്തിന്റെ ചടങ്ങിനായി ഒരു പാർട്ടി മറ്റൊരു പാർട്ടിയെ ക്ഷണിക്കുന്നു, അത് സ്വാഭാവികമായ ഒരു സംഗതിയായിട്ടാണ് ദീപയുടെ പ്രതികരണം. ആ ക്ഷണത്തിൽ പാർട്ടി തന്നെ തീരുമാനമെടുക്കും. ഉറപ്പായും ആ ക്ഷണത്തിൽ എല്ലാ സംശയങ്ങൾക്കും മറുപടി ലഭിക്കും എന്നും അവർ പറയുന്നു. ഇത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട BJP സർക്കാരിന്റെ നീക്കത്തെ തെരഞ്ഞെടുപ്പ് വിഷയമായി കോൺഗ്രസ് കാണുന്നില്ല എന്നതാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം. അവർ തന്നെ മറുപടിയായി പറഞ്ഞത് തെരഞ്ഞെടുപ്പ് വിഷയമായി കോൺഗ്രസിന് കാണുന്നില്ല, മറ്റ് നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്, തീരുമാനമെടുക്കുന്നതിൽ കാലതാമസം, ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തീരുമാനമെടുക്കുന്നതിൽ കാലതാമസം ഉണ്ടായിട്ടില്ല എന്നും ദീപദാസ് മുൻഷി പറഞ്ഞു. പക്ഷേ നമുക്കറിയാൻ കഴിയുന്നത് ഈ എക്സിക്യൂട്ടീവ് യോഗത്തിൽ പല നേതാക്കളും ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായ സമന്വയത്തിലെത്താനും കഴിയുന്നില്ല. കേരളത്തിലെ നേതാക്കൾ ഇക്കാര്യത്തിൽ പരസ്പര വിരുദ്ധമായ അഭിപ്രായം പറയുന്നു. AICC നേതൃത്വം ഇക്കാര്യത്തിൽ വ്യക്തമായ അഭിപ്രായം പറയണമെന്ന ആവശ്യം യോഗത്തിൽ ഉന്നയിച്ചു. അപ്പോഴാണ് ദീപദാസ് മുൻഷി പറഞ്ഞത് പരസ്യ പ്രതികരണം പാടില്ല, ഇത്തരം കാര്യങ്ങൾ ഇന്നത്തെ KPCC യോഗത്തിൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്ന നിലപാട് അവർ തന്നെയാണ് എടുത്തത്. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക AICC ആകും. മറിച്ച് ഇത്തരം വിവാദങ്ങളിൽ പരസ്യ പ്രതികരണം നടത്തിയാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്, അതിന്റെ അപകടം, അതിന്റെ ദോഷം കോൺഗ്രസിനുണ്ടാകും എന്ന താക്കീത് യോഗത്തിൽ നൽകുകയായിരുന്നു ദീപദാസ് മുൻഷി. പക്ഷേ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ അവർ പറഞ്ഞ മറുപടി അങ്ങനെ ഒരു ചർച്ച ഇന്നത്തെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ നടന്നില്ല എന്നതാണ്. ഇപ്പോഴും ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിലും സംസ്ഥാന നേതൃത്വത്തിലും അഭിപ്രായ ഭിന്നത തുടരുന്നു, ആശയക്കുഴപ്പം തുടരുന്നു. വ്യക്തമായ മറുപടി പറയാൻ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിനോ സംസ്ഥാന നേതൃത്വത്തിനോ കഴിയുന്നില്ല എന്ന് തന്നെ കണക്കാക്കേണ്ടി വരും. ഒപ്പം തന്നെ ഇന്ന് ഈ VS സുധീരൻ യോഗത്തിൽ പങ്കെടുത്ത് വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. അത് സംബന്ധിച്ച ചോദ്യങ്ങളും ഉണ്ടായി. അതിൽ KPCC പ്രസിഡന്റായിട്ടുള്ള K സുധാകരൻ വലിയ പരിഹാസത്തോടെയാണ് VS സുധീരന്റെ ഈ അഭിപ്രായത്തെ നേരിട്ടത്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം ഇതുവരെ കുറച്ചു നാളായി സംഘടനാ കാര്യങ്ങളിൽ വരാത്ത ഒരു ആളായിരുന്നു. ഇന്ന് അദ്ദേഹം പെട്ടെന്ന് കയറി വരികയായിരുന്നു. അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അദ്ദേഹം പാർട്ടി വിട്ടു എന്ന് എന്നോട് തന്നെ നേരിട്ട് 2 തവണ താൻ വീട്ടിൽ പോയി അദ്ദേഹത്തിനോട് സംസാരിച്ചു. അപ്പോഴൊക്കെ പാർട്ടി വിട്ടു എന്ന പറഞ്ഞ ആളാണ് ഇന്ന് കയറി വന്നിരിക്കുന്നു എന്ന തരത്തിൽ പരിഹാസ രൂപേണയാണ് VS സുധീരനെ സംബന്ധിച്ച് KPCC അധ്യക്ഷൻ K സുധാകരൻ പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് ഒന്നും പ്രതികരിക്കാനില്ല എന്നും K സുധാകരൻ പറഞ്ഞു. പിന്നെ ശരി, വ്യക്തമാണ്. പാർട്ടിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് എക്സിക്യൂട്ടീവ് യോഗത്തിൽ VM സുധീരനും ഉന്നയിച്ചത്. വിശദാംശങ്ങളാണ് നിർഭൻ ചക്രവർത്തി നൽകിയത്.